राजराजेश्वरी माता की जय, कांची कामाक्षी की जय, काशी विशालाक्षी की जय, मधुर मीनाक्षी की जय। सर्वत्र देवी नाम संकीर्तनं, महादेव्यै नमः। सर्वत्र गोविंद नाम संकीर्तനം, ഗോവിന്ദ ഗോവിന്ദ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം, നവമാധ്യായം. സൂര്യവംശ രാജാക്കന്മാരുടെ കഥകളെ പറഞ്ഞു വന്നപ്പോഴാണ് കകുന്മിയുടെ കഥയെ വിശേഷാൽ ഇവിടെ ജനമേജയൻ കേൾക്കാൻ ആഗ്രഹിച്ചതനുസരിച്ച് വ്യാസൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ദേവന്മാരെ സ്വർഗത്തിൽ നിന്നും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഓടിച്ചപ്പോൾ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ഭഗവാൻ പറഞ്ഞ വാക്കുകളനുസരിച്ച് അയോധ്യാപതിയായിട്ടുള്ള കകുത്മിയെ അവർ വന്ന സഹായത്തിനായിട്ട് അഭ്യർത്ഥിക്കാനായിട്ടെത്തി. വന്ന ദേവന്മാരെ രാജാവ് സ്വീകരിച്ചിരുത്തി പൂജാദികൾ ചെയ്ത് എന്താ താൻ ചെയ്യാനുള്ളത് എന്ന് ചോദിക്കണു. കേട്ട ദേവന്മാർ പറയാണ്, ദേവാവൂജു സഹായം കുരു രാജേന്ദ്ര, സഖാഭവ ശചീപതേ, സംഗ്രാമേ ജയ ദൈത്യേന്ദ്രൻ, ദുർജയാം സ്ത്രിദശൈരഭി. ഹേ രാജാവേ, അങ്ങ് ഈ ദേവേന്ദ്രൻ്റെ സഖാവായി കൂട്ടുകാരനായി തീർന്ന് ഞങ്ങളെ സഹായിക്കണം. ദേവന്മാർക്ക് ജയിക്കാനാവാത്ത ഈ അസുരന്മാരെ അങ്ങ് യുദ്ധം ചെയ്ത് ജയിക്കണം. ത്രിദശൈരഭി എന്നാണ് പറയുന്നത്. ത്രിദശന്മാരെ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. 3 ദശകൾ മാത്രമേ അവർക്കുള്ളൂ. നമുക്കൊക്കെ 4 ദശകളുണ്ട്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന് പറഞ്ഞ 4 ദശകൾ മനുഷ്യരായ നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ ദേവന്മാർക്ക് ബാല്യം, കൗമാരം, യൗവനം 3 ദശകളേ ഉള്ളൂ. 4ാമത്തെ വാർദ്ധക്യം എന്നുള്ള ദശ ഇല്ല. അമൃതപാനം ചെയ്തവരാണ് അവർ. അതുകൊണ്ട് ഭഗവാൻ ദേവന്മാരുടെയൊക്കെ ഫോട്ടോ എവിടെ നോക്കിയാലും അവരൊക്കെ എനർജറ്റിക്കായിട്ട് സുന്ദരന്മാരായിട്ടേ കാണുള്ളൂ. ആരും വൃദ്ധന്മാരായി എല്ലിച്ച് വടിയും കുത്തി നടക്കുന്ന മാതിരിയൊന്നും കാണില്ല. അതുകൊണ്ട് 3 ദശയെ അവർക്കുള്ളൂ. അപ്പോൾ ത്രിദശന്മാരെ എന്ന് പറഞ്ഞാൽ ദേവന്മാരെ എന്നർത്ഥം. ഞങ്ങളുടെ കൂടെ കൂടി യുദ്ധം ചെയ്ത് ഈ ദൈത്യന്മാരെ എങ്ങനെയെങ്കിലും ജയിക്കണം. പരാശക്തിയുടെ പ്രസാദം കൊണ്ട് അങ്ങയ്ക്ക് ദുസ്സാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞങ്ങൾ അഭയം പ്രാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇതാ ഞങ്ങൾ അഭയത്തിനായിക്കൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞു. കേട്ട അദ്ദേഹം പറഞ്ഞു, ദേവന്മാരെ, ദേവാധിപനായിട്ടുള്ള ഇന്ദ്രൻ യുദ്ധത്തിൽ എൻ്റെ വാഹനമായി ഇരിക്കാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് എന്നാണ് പറയണത്. ഇന്ദ്രൻ വാഹനമായാൽ ഞാൻ ആ വാഹനത്തിൽ കയറി ഉടനെ പോകാം. ദേവന്മാർക്ക് വേണ്ടിയിട്ട് അസുരന്മാരോട് യുദ്ധം ചെയ്യാം എന്ന് വാക്കുകൊടുത്തു. അപ്പോൾ ദേവന്മാരൊക്കെ കൂടി ഇന്ദ്രനോട് പറഞ്ഞു, ശചീപതേ, ഇന്ദ്രൻ്റെ ഭാര്യയുടെ പേരാണ് ശചീപതേ. ഇന്ദ്ര, അങ്ങോട്ടും ലജ്ജിക്കാതെ ഈ കകുത്മിയുടെ രാജാവിൻ്റെ വാഹനമായി തീർന്ന് ഈ കാര്യം നിറവേറ്റണം. എന്തായാലും ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗാധിപതിയാണ്. അഷ്ടദിക് പാലകന്മാരിൽ ഒരാളാണ്. വായു, അഗ്നി മുതലായിട്ടുള്ളവരൊക്കെ ഇന്ദ്രൻ്റെ അധീനത്തിലാണ്. ദേവന്മാരൊക്കെ അങ്ങനെയൊക്കെ ഇന്ദ്രനായിട്ട് ഇരിക്കുന്ന ഒരാൾ സാധാരണ ഭൂമിയിൽ വന്നിട്ട് ഒരു മനുഷ്യൻ്റെ, ഒരു രാജാവിൻ്റെ വാഹനമായിട്ടതും ഇരിക്കണമെന്നാണ് പറയണത്. എൻ്റെ കൂടെ നിന്ന് ഇന്ദ്രനെ യുദ്ധം ചെയ്യണം, എൻ്റെ രഥത്തിൽ ഇരുന്നു കൊണ്ട് എന്നല്ല പറയണത്.
എൻ്റെ വാഹനമായിരിക്കണം. വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഒട്ടകം, ആന, കുതിര, അങ്ങനെയുള്ള പല വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ. സിംഹം, ഇതൊക്കെ ഉണ്ടല്ലോ, വാഹനങ്ങളാണ് ഇതൊക്കെ. അപ്പം അങ്ങനെയെങ്കിൽ ഒരു വാഹനമായി തീരണം. എന്നിട്ട് ആ വാഹനത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൻ്റെ തോളത്ത് കയറിയിരുന്ന് ഞാൻ യുദ്ധം ചെയ്യാം എന്ന് പറയുകയാണ്. കേട്ടപ്പോൾ ആദ്യം ദേവേന്ദ്രന് ലജ്ജയൊക്കെ തോന്നി. എന്തായാലും തൽക്കാലം ഇപ്പം നിവർത്തിയൊന്നുമില്ല. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്നാണല്ലോ പ്രമാണം. അപ്പോൾ തീരെ നിവർത്തിയൊന്നുമില്ല. മഹാവിഷ്ണു പറഞ്ഞു തന്ന ഏവ ഉപായമാണ്. നഷ്ടപ്പെട്ട സ്വർഗവും സ്ഥാനവും ഒക്കെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവൻ പറഞ്ഞ് കേൾക്കാതെ ഇപ്പം എന്താ വഴി? അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിയലഞ്ഞ സ്വർഗം ഇല്ലാതെ നടക്കേണ്ടി വരും. ശരിയെന്ന് പറഞ്ഞ ദേവേന്ദ്രൻ. അപ്പോൾ ദേവേന്ദ്രന് അങ്ങനെ വിദ്യകളൊക്കെ അറിയാം. വേഷമൊക്കെ മാറാൻ ദേവേന്ദ്രന് പറ്റും. എന്തായാലും ശ്രീരുദ്രൻ്റെ വാഹനമായിട്ടുള്ള വൃഷഭം അഥവാ കാളയെ പോലെ മറ്റൊരു വൃഷഭമായിട്ടൊരു കാളയായിട്ട് മാറി എന്ന് പറയുകയാണ്. അങ്ങനെ കാളയായിട്ട് ഇന്ദ്രൻ മാറിയ സമയത്ത് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് ഈ കകുദ്മി എന്ന് പറഞ്ഞ രാജാവ് ഈ കാളപ്പുറത്തിരിക്കുന്നു. എവിടെയാണ് ഇരുന്നതെന്ന് ചോദിച്ചാൽ ആ വൃഷഭത്തിൻ്റെ കകുത്തിൽ എന്നാണ് പറയുന്നത്. ഈ കകുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഈ പൂഞ്ഞി, ഉപ്പൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഓരോ ഭാഗത്ത് ഓരോ പേരുകളാണ് പറയുക. ഞാൻ അറിഞ്ഞ പേരുകൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കാൻ തന്നെ ഒന്ന് പറയാം. ഈ കാളകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഏതാണ്ട് കഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൊന്തി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. കുറച്ചൊന്ന് പൊന്തി നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ശരീരം നിരപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ പൂഞ്ഞിന്നാണ് പറയുക ഞങ്ങളുടെ അവിടെയൊക്കെ. എന്തായാലും അതിങ്ങനെ നിൽക്കും. അതിനെയാണ് ഇവിടെ കകുത്ത് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ. അപ്പോൾ ആ കകുത്ത് അതിൽ കയറിയാണത്ര ഇരുന്നത്. അതിൽ കയറിയിരുന്ന ഒന്നും കൂടി നല്ല പൊക്കത്തിൽ കാണുമല്ലോ എന്നുള്ള കാരണം കൊണ്ടാവാം, എന്തോ ആവട്ടെ. അതിലാണത്ര ഈ കകുദ്മി കയറിയിരുന്നിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആ പൂഞ്ഞിയുടെ മുകളിൽ അല്ലെങ്കിൽ കകുത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് യുദ്ധം ചെയ്തത് കൊണ്ട് ദേവൻ ഇന്ദ്രനെ വാഹനമാക്കിയിട്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നത് കൊണ്ട്, കകുത്തിൻ്റെ പുറത്ത് കയറിയിരുന്നത് കൊണ്ട് കകുൽസൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടി. പിന്നെ ഇന്ദ്രനെ വാഹനമാക്കിയത് കൊണ്ട് ഇന്ദ്രവാഹനൻ എന്ന പേരും ഇന്ദ്രവാഹൻ എന്ന പേരും ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അതാണല്ലോ ഇവിടെ ജനമേയും ചോദിക്കാൻ കാരണം. ഈ കകുദ്മിക്ക് ഈ പേരുകളൊക്കെ കിട്ടാനുള്ള കാരണം എന്താണെന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ കഥയാണ് ഇവിടെ പറയണത്. അപ്പോൾ ഇന്ദ്രനെ വാഹനമാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് മറ്റും ഒരു പേരും കിട്ടി. ഇന്ദ്രവാഹൻ എന്ന പേരും ഉണ്ടായി. പിന്നെ പുരഞ്ജയൻ എന്നാണ് മറ്റൊരു പേര്. അതിൻ്റെ കാരണം എന്താണ് ആ പേരിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈത്യന്മാരുടെ പുരത്തെ ജയിച്ചതുകൊണ്ട്, ദൈത്യന്മാരുമായി യുദ്ധം ചെയ്ത് അവരെയൊക്കെ തോൽപ്പിച്ച് ഓടിച്ചതുകൊണ്ട് അവരുടെ പുരം, ദൈത്യന്മാരുടെ പുരത്തിനെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചോടിച്ച് ജയിച്ചത് കാരണം കൊണ്ട് പുരംജയൻ എന്നുള്ള പേരും ഇദ്ദേഹത്തിന് കിട്ടി എന്ന് പറയാണ്. മഹാബാഹുവായിട്ടുള്ള ഈ കകുദ്മി ദൈത്യന്മാരെ വന്ന് അവരുടെ ധനമെല്ലാം എടുത്ത് ദേവന്മാർക്ക് നൽകി. ഗൃഹത്തിലേക്ക് പോകാനായിട്ട് ദേവന്മാരോട് യാത്ര ചോദിച്ചു. അങ്ങനെ രാജർഷിയായിട്ടുള്ള അദ്ദേഹത്തിന് ഇന്ദ്രനോട് സഖ്യമുണ്ടായി എന്ന് പറയുകയാണ്. കഥകൾ തുടർന്നു കൊണ്ട് പോകുന്നുണ്ട്. 9ാം അധ്യായത്തിൽ ഇന്ന സമയം കഴിഞ്ഞിരിക്കെ ഇവിടെ തന്നെ നിർത്തി ബാക്കി ഭാഗങ്ങളെ നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. എല്ലാ സജ്ജനങ്ങൾക്കും ശുഭദിനം. മഹാദേവ്യൈ നമഃ.